വെൽക്കം ടു സിനിമ ഡുബാൻ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നേക്ക് 7 ദിവസമായി. വേറെ നല്ല തിരക്കിലേക്കുള്ള ഓട്ടത്തിലായിട്ട് മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതിനായി ഡേറ്റ് ആയത്. നമ്മുടെ ചാനലിൽ കയറി വ്യൂസൊക്കെ ചെക്ക് ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിങ്ങനെ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്തു. വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായി. അപ്പോൾ അതൊരുപാട് സങ്കടമുള്ള കാര്യം എന്താ വെച്ചാൽ 10 വർഷമായിട്ട് മര്യാദയ്ക്ക് ഒരു 10 വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് ഭയങ്കര സങ്കടാജനകമായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. വൺസ് അഗെയിൻ വെൽക്കം ടു സിനിമ ഡുബാൻ. നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് 2014 ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഞാൻ ഡയറക്റ്റ് ചെയ്തു. എൻ്റെ സുഹൃത്തിൽ 2-3 പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എൻ്റെ ക്യാമറ ചെയ്തു. ബാക്കി എല്ലാ ഫ്രണ്ട്സായിരുന്നു ഡിസൈനിങ്, മറ്റു കാര്യങ്ങൾ. എഡിറ്റ് മാത്രം തൊടുപുഴയുള്ള ഒരു സ്റ്റുഡിയോയിലാണ് നമ്മൾ അന്ന് FCBയിൽ എഡിറ്റ് ചെയ്തത്. അപ്പം അതായത് 14 കാലഘട്ടത്തിൽ ഇങ്ങനെ 12-13 കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഷോർട്ട് ഫിലിംസൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്ത് ഈ ഷോർട്ട് ഫിലിംസൊക്കെ പോസ്റ്റ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോമായിട്ടൊക്കെ യൂട്യൂബിനെ കണ്ടു തുടങ്ങിയൊരു കാലഘട്ടമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലേക്ക് ഇത്ര ട്രാഫിക് ഇല്ല, അന്ന് ആളുകൾ എത്തുന്നില്ല. വേറെ ഒന്നല്ല, അന്ന് ഈ ജിയോ 1 GB പാർട്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പക്ഷേ അന്ന് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 2013 കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, 10 പോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു സമയമായപ്പോഴത്തേനും ഞാൻ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ എൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2014 അവസാനമൊക്കെ കാലഘട്ടത്തിലാണ് ഈ പറയുന്നത്. അപ്പം ഏതാണ്ട് ഒരു 10 ദിവസം കൊണ്ട് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു. 10 ദിവസം എടുത്തു കേട്ടോ. 10 മിനിറ്റേ ഉള്ളൂ. 10 ദിവസം എല്ലാ കാര്യങ്ങളൊക്കെ തീരാൻ തന്നെ 10 ദിവസം അങ്ങനെ എടുത്തോണ്ട് എനിക്ക് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനൽ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ തീരുമാനിക്കുകയാണ്. അപ്പോൾ അന്ന് യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയത്തില്ല, ഞങ്ങൾക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ സുഹൃത്തെ ആദർശനാണ് ഞങ്ങളെ സഹായിച്ചു. ആദർശ് വിദേശത്ത് എവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഫോണിൽ സംസാരിച്ചു. ഇതുപോലെ നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ടിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്, എന്നാലും ഈ മെയിലും കാര്യങ്ങളൊക്കെ അല്ല, ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ യൂട്യൂബിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുക്കുക, ചിലരുടെ പേര് കൊടുക്കുക. ഇങ്ങനെ അദ്ദേഹം വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഇതെല്ലാം ഒരു ദിവസം 5 മണി തൊട്ട് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം മുതലിങ്ങനെ ഇരിക്കുക ചെയ്യാനായിട്ട്. അങ്ങനെ ഏതാണ്ട് രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ അതിനൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്ത് വിടാൻ തുടങ്ങുന്നത്. അപ്പം അന്ന് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇത് അയച്ചു കൊടുക്കുകയുണ്ടായി. അപ്പം അതിനൊരു CD-യിലൊക്കെ അയച്ചു കൊടുക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഫയല് ഞങ്ങൾക്ക് ഏതാണ്ട് 2 GB അടുത്തുണ്ട്. ഫെസ്റ്റിവലിലൊക്കെ CD-യിലൊക്കെ അയച്ചു കൊടുത്താൽ എൻ്റെ 700 MB 800 MB പോലെ. പക്ഷേ ഒറിജിനൽ ഫയൽ ഞങ്ങളുടെ ഇരിക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത് ഇതുപോലെ 2 GB അടുത്തുണ്ട്. അപ്പം 2 GB അപ്ലോഡ് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ അന്ന് 1 GB-ക്ക് 300 രൂപയോ മറ്റോ വേണം. 350 ഇതായാലും 300 രൂപ അടുത്തങ്ങനെയാണ്. അതുപോലെ ഞാൻ 5 GB റീചാർജ് ചെയ്തു. ഏതാണ്ട് 1500 രൂപ കൊടുത്ത് 5 GB നെറ്റ് സെറ്റർ വെച്ചിട്ടാണ്. അതായത് ഇന്ന് വൈഫൈ ഷെയർ ചെയ്യുക പരിപാടിയൊന്നും, ഹോട്ട്സ്പോട്ടോ പരിപാടിയൊന്നുമല്ല. അതായത് നമ്മളെ നെറ്റ് സെറ്റർ ഒരുപാട് നമുക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നത് നെറ്റ് സെറ്റർ ഉണ്ടായിരുന്നു. ഐഡിയയുടെ നെറ്റ് സെറ്റർ, അതായത് ഈ പെൻഡ്രൈവ് പോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് അതുവഴി ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ഈ വൈഫൈ ഓടത്തിനും ബ്രോഡ്ബാൻഡിനും ഇന്ന് ഈ ഹോട്ട്സ്പോട്ടിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണത്. വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാലഘട്ടം. എന്തിനും പിന്നെ അത് വലിയ ഉപയോഗം അത് പോയി. അപ്പം അങ്ങനെ 5 GB 1500 റീചാർജ് ചെയ്ത് നെറ്റ് സെറ്ററിൻ്റെ അത് വഴിയാണ് ഗെറ്റ് ചെയ്തത്. 1 MB 1 MB-ലോട്ടൊക്കെ അപ്ലോഡ് ആകണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. ഇപ്പോഴത്തെ 5G-യിലൊക്കെ സോഡ അടിക്കും സ്പീഡ് കൊണ്ട് നമുക്ക് 2 GB ഒക്കെ പടന്ന് അപ്ലോഡ് ചെയ്ത് വിടാൻ പറ്റും. പക്ഷെ അന്ന് അതായിരുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് 12 മണി എങ്ങനെയായപ്പോൾ ഇത് അപ്ലോഡായി പിന്നെ കാണാനില്ല. ഇത് കയറിപ്പോയി. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് വിട്ടാലും ഈ സാധനം അവിടെ കിടക്കുമല്ലോ, നമ്മൾ നോക്കും കാണാമല്ലോ. പക്ഷേ ഇതൊരു രക്ഷ ചെയ്ത് കാണുന്നില്ല. അപ്പോൾ
അന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുകയും ചെയ്തു ഇതുപോലെ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഭയങ്കര അപ്ലോഡ് വരുന്നത് അങ്ങനെ. അപ്പോൾ ആളുകൾ കാണാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റേ കുറച്ച് ഇതുവരെ രാത്രി 12 മണി അതിൻ്റെ ഒരു രക്ഷയില്ല. അങ്ങനെ ഈ സാധനം കാണാതെ പോയി. എനിക്കാണോ ഭയങ്കര ടെൻഷനൊക്കെ ആയി. ഞാനത് പിന്നെ കരഞ്ഞു വിളിച്ച് നമ്മുടെ ഇത്രയും കാലത്തെ അധ്വാനമല്ലോ, ഡ്രീമല്ലേ, ഭയങ്കര സംഭവമാണത്. സംഭവം ഞാനിങ്ങനെ കരഞ്ഞു വിളിച്ച് പിന്നെ ഞാനിങ്ങനെ കൂട്ടുകാരെ കൂടി ആദർശയെ വിളിച്ചു. ആദർശം പറഞ്ഞു പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. ഈ സാധനം ഇപ്പോൾ വരും, അവിടെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ആദർശ് പിന്നെ കയറി. അന്ന് ഈ ടാഗും കാര്യങ്ങളൊക്കെ അന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഷോർട്ട് ഫിലിമിനെ സംബന്ധിക്കുന്ന ടാഗും കാര്യങ്ങളൊക്കെ അന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഈ സാധനം തപ്പി കണ്ടുപിടിച്ച് ആദർശ് അവിടെ ഈ സാധനം കണ്ടുപിടിച്ചിട്ട് മൂപ്പര് പറഞ്ഞ് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കമ്പ്യൂട്ടർ കാണുന്നില്ല, പുള്ളിയുടെ കമ്പ്യൂട്ടർ കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്നെ ചോദിച്ചു വന്നപ്പോഴത്തേനും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണ് ഈ സാധനം യൂട്യൂബിൽ ഞങ്ങൾ ആദ്യമായിട്ട് കയറ്റി വിടുന്നത്. അങ്ങനെ അവിടെ കുറച്ച് ദിവസം ഇപ്പോൾ ഇതാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ റീസൺ. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ പേരെന്താണെന്ന് വെച്ചാൽ സുനിൽ വൈറ്റ് ഫ്രെയിംസ് ആയിരുന്നു. അതായത് സിനിമ എൻ്റെ പേരും ഈ വൈറ്റ് ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഈ ഷോർട്ട് ഫിലിമിന് ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി വൈറ്റ് ഫ്രെയിംസ് മൂവി മേക്കേഴ്സ് ഒക്കെ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരായിരുന്നു ആദ്യം വിട്ടിരുന്ന സുനിൽ വൈറ്റ് ഫ്രെയിംസ്. അത് 2020 വരെ ആ പേര് തന്നെ ആയിരുന്നു കേട്ടോ. 2021 വരെ ആ പേര് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ചാനൽ ഉണ്ടാവും. 4,000 വ്യൂസ് ഒക്കെ അതിനുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വിട്ടില്ല. പിന്നെ ആ കൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വിട്ടതെന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ കമ്പനിയുടെ പരസ്യം കൊണ്ട് ചെയ്തായിരുന്നു. ആ പരസ്യം കൊണ്ട് ഈ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വിട്ടു. പിന്നെ ഒരു കോൺസെപ്റ്റ് വീഡിയോ കൊണ്ട് ഞാനൊരു ക്യാമറ മേടിച്ച സമയത്ത് അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതങ്ങനെ അപ്ലോഡ് ചെയ്ത് അതൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം, അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തത്. അവിടെ കിടന്നോന്നില്ല, കാണാൻ പോകത്തില്ല എന്നുള്ള കണ്ടീഷൻ. പിന്നെ യൂട്യൂബിലേക്ക് തിരിഞ്ഞ് പോലും നോക്കി. 2020-21 കാലഘട്ടത്തിൽ യൂട്യൂബ് ചാനലൊക്കെ ടിക്ടോക്കൊക്കെ അവസാനിച്ച ശേഷം ഇങ്ങനെ കൂണ പോലെ പൊങ്ങി വന്ന സമയത്ത് ഞാൻ സത്യം എന്നെ തിരിഞ്ഞ് പോലും നോക്കി നമ്മുടെ ചാനൽ. കാരണം അന്ന് നമ്മുടെ കോവിഡൊക്കെയാണ്, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തരിപ്പണമായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതൊന്ന് പൊക്കിക്കൊണ്ട് വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ മേഖല സജീവമായതുകൊണ്ട് തന്നെ ഈ നമ്മുടെ വൈറ്റ് ഫ്രെയിംസിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയി നോക്കിയതാണ്. പിന്നെ 2023 നമ്മൾ സിനിമാ ബ്ലോഗും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ എനിക്ക് അറിയാവുന്ന കുറച്ച് വിഷയങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണ് സിനിമകളെ പറ്റിയും വാഹനങ്ങളെ പറ്റിയും പിന്നെ കുറച്ച് മാറ്റേഴ്സ്, കുറച്ച് ആണുങ്ങളുടെ ട്രെൻഡ്സും ബോയ്സിൻ്റെ ഒക്കെ ട്രെൻഡ്സും കാര്യങ്ങളും സ്റ്റൈലും കാര്യങ്ങളൊക്കെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ മൂന്ന് മിക്സഡ് സബ്ജക്റ്റ്: സിനിമ, ഓട്ടോമൊബൈൽസ് ആൻഡ് ഇതുപോലെ മാറ്റേഴ്സ്. അങ്ങനെ ഉണ്ട്. അതാണ് നമ്മൾ സിനിമ ഓട്ടോമാനിലേക്ക് അതിൻ്റെ പേരിൽ ആഡ് ചെയ്യുകയും പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിനിമ ഓട്ടോമാൻ എന്ന ചാനൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം കാര്യങ്ങളൊന്നും എനിക്കില്ല. കാരണം കുഴപ്പമില്ലാത്തൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ നോക്കാം. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു ഇത്. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് 10 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറന്നു വരുന്നത്. ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം നല്ലൊരു വേദിയായിരുന്നു, നല്ല വേദി ഒരുക്കുക. അപ്പോൾ ഈ 10 വർഷം ഇതിനകത്ത് ഉണ്ടായിരുന്നിട്ട് കാര്യമായിട്ട് ക്രിയേറ്റീവായിട്ട് ഞാൻ ചെയ്തില്ല. അതെനിക്ക് നല്ലപോലെ കുറ്റബോധം. പെട്ടെന്ന് ഇന്ന് ഞാൻ രാവിലെ ഈ കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര വിഷമം വന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. സോ നിങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ വരും വീഡിയോകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ എന്താ വീഡിയോ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.